ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് വീട്ടിൽ വെച്ച് ദോശമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിന് ആവശ്യമുള്ളത് പച്ചരിയും ഉഴുന്നുമാണ്. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ളതാണ് കണക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പച്ചരി അളന്നെടുക്കുമ്പോൾ കപ്പിൽ കൂമ്പാരമായി അളന്നെടുക്കുക. ഉഴുന്ന് ഈ കപ്പിൽ കാണുന്നത് പോലെ 1 കപ്പിൽ വടിച്ചെടുക്കുക. നമ്മുടെ മുമ്പിലിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയ അരിയിൽ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായി വെള്ളം ഒഴിക്കാൻ മറക്കരുത്, കാരണം അരി കുതിർന്ന് കഴിയുമ്പോൾ വെള്ളം കുറയും. അതിനുശേഷം 1 കപ്പ് ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ മുക്കിയിടുക. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് കഴുകിയെടുത്ത 1 പിഞ്ച് ഉലുവ മുക്കിയിടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉലുവ ഇടുന്നത് ഉഴുന്നിൻ്റെ കൂടെ മാത്രം വേണം. അതുപോലെ രണ്ടും പച്ചരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം കുതിർക്കാൻ. ഉഴുന്നും പച്ചരിയും 6 മണിക്കൂർ നേരം അടച്ചു വെച്ച് കുതിരാൻ അനുവദിക്കുക. അരിയും ഉഴുന്നും ഏതാണ്ട് 6 മണിക്കൂർ കുതിർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അരയ്ക്കാം. ഈ ദോശയ്ക്ക് നല്ല മയം കിട്ടുന്നതിന് വേണ്ടി മിക്സിയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് ആദ്യം അരയ്ക്കുക. അത് അരഞ്ഞു കഴിയുമ്പോൾ അതിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അരയ്ക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കണം. അരിയും ഉഴുന്നും വേറെ വേറെ അരച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ചോറ് മിക്സിയിലിട്ട് അത് നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഉഴുന്ന് ഇട്ട് അരച്ച് ഒന്നിച്ച് എടുക്കുക. ചോറും ഉഴുന്നും കൂടെ അരച്ച് ഈ പരുവത്തിൽ നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് കുതിർത്തി വെച്ച അരി അരച്ചെടുക്കാം. അരി ഈ പാകത്തിൽ അരച്ചെടുത്ത് ഈ ഉഴുന്നിനോടുകൂടി മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം അധികമായി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അരിയും ഉഴുന്നും അരച്ചു വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അടച്ചു വയ്ക്കുക. ഇന്ന് വൈകിട്ടാണ് ഇത് അരച്ചു വയ്ക്കുന്നതെങ്കിൽ നാളെ കാലത്തെ ഉപ്പുകൂടി ഒഴിച്ച് ദോശയ്ക്കിടാവുന്നതാണ്. ഇന്നലെ നമ്മൾ അരച്ചു വെച്ച ദോശമാവ് നന്നായി പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കലക്കി ദോശ ചുടാം. ദോശക്കല്ലിൽ എണ്ണ തേച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കനം കൂട്ടിയോ കനം കുറച്ചോ നമ്മുടെ ഇഷ്ടത്തിന് ഈ ദോശ പരത്തിയെടുക്കാവുന്നു.